ശരിക്കും സ്പോർട്സിന് ഏറ്റവും നല്ല മെഡിസിൻ കളരിയിലുള്ളതാണ്. ഇന്ന് സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ കളരിയോട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വെറുതെ അല്ല, അതുകൊണ്ട് കുറേ മാറ്റങ്ങൾ നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. കുറേ മാറ്റങ്ങൾ, അതായത് 10,000 രൂപയ്ക്ക് ചെയ്യാവുന്ന കേസുകളൊക്കെ വെറും 50 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ എല്ലാ ലൈഫിലും ഞാൻ ഇതൊക്കെ തന്നെയാണ് പരിപാടി. ചികിത്സയും ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഞങ്ങൾ ചെന്ന് കാണുമ്പോൾ ബെഡ് റിഡനാണ്, കാല് അനങ്ങില്ല, കാലൊക്കെ മരം പോലെ ഇരിക്കുക. ഞങ്ങളിങ്ങനെ തള്ളി ക്ലോസറ്റ് അടിയിൽ വെച്ചേക്കുക, ബെഡിൻ്റെ അടിയിൽ ക്ലോസറ്റാണ്. അപ്പം അങ്ങനെ കിടക്കുന്ന ആൾ ബെഡ് റിഡനായി. അപ്പോൾ തൊട്ട് നോക്കി നടുവ് തിരിച്ചു നോക്കിയപ്പോൾ നട്ടിലിങ്ങനെ എസ് പോലെയൊക്കെ വളർന്നു നടക്കുക. എന്നെ അപ്പുറത്തിരുത്തി, പുള്ളീനെ ഇപ്പുറത്തിരുത്തി ഹീലിയം പറഞ്ഞു. ഹീലിയം അദ്ദേഹം എന്തോ കമൻസ് തന്നു, നമുക്ക് എനിക്ക് ഓർമ്മയില്ലെന്ന്. പക്ഷെ ഞാൻ അവിടെ കിടന്ന് കൈകൊണ്ട് എന്തോ കാണിക്കുന്നുണ്ട്, അവിടെ മേത്തോടല്ലേ എന്തൊക്കെയോ അദ്ദേഹം കാട്ടിക്കൂട്ടി. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴും ഞങ്ങൾക്ക് വയ്യാണ്ടായി. ഞങ്ങൾ വേർത്ത് മാറ്റി. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ആൾ കാല് ഇങ്ങനെ ഇത് ശരിക്കും ഒരു ജീവിത ശൈലിയല്ലേ? അതായത് ഇന്നത്തെ ഭക്ഷണത്തിന് എന്തോരം പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എൻ്റെ വിവരമില്ലായ്മ തന്നെയാണ്. പക്ഷെ എല്ലാ കായിക അഭ്യാസത്തിനും നമ്മളിപ്പം ഡയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നറിയാം. പക്ഷെ ഈ കളരിക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകം ഒരു ഭക്ഷണം അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു ചര്യമുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പില്ല. കാരണം കളരി പഠിക്കാൻ പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ശരിയാക്കണം, മനസ്സിനെ ശുദ്ധി ചെയ്യണം. പണ്ട് കാലത്ത് കളരി പഠിക്കാൻ പോകുന്നത് കുട്ടികളായിരുന്നു. ഇന്ന് എൻ്റെ ക്ലാസ്സിൽ 60 വയസ്സുള്ള ആൾ ഞാൻ എടുക്കും, കാരണം അരി പ്രശ്നമാണ്. പക്ഷേ ഇതിലും നമുക്ക് ആൾക്കാരെ കിട്ടും, ഇതിലും കുറേ ആൾക്കാരെ നമുക്ക് കിട്ടും. മീൻസ് എന്താ പറയുക, അകത്തേക്ക് തിരിയാൻ കെൽപ്പുള്ളവരെ കിട്ടും. ഇതിലും ചിലവർ കിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഒരു 100 പേരൊക്കെ വന്നാലും ഒരാളെ കിട്ടും. കുട്ടികൾ വന്നു കഴിയുമ്പോൾ കുട്ടികളോട് എന്ത് പറഞ്ഞാലും, മോനെ വലത് കാലം നീക്കി വയ്ക്കുന്നത് ഇതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിശ്വസിച്ചോളും. ഒരു 15 വയസ്സ് വരെ. 15 വയസ്സ് കഴിയുമ്പോൾ ചോദിക്കും, എന്തിനാ അങ്ങനെ നീക്കി വെച്ചേ? അപ്പോൾ ഞാൻ കൊച്ചിനോട് പറയാണ്, നമ്മൾ ആ ചാട്ടം ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇതിനെ മറികടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കൊച്ചു ചോദിക്കും, മറികടക്കാൻ പറ്റുമോ? സംശയം ഉണ്ടാവും. ആ ചോദ്യം ഉണ്ടാവില്ല കുട്ടികളിൽ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ ആദ്യം ഉണ്ടാക്കിയിടും കുട്ടികൾ. അതിനുശേഷം അവർക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഓരോ വ്യക്തികൾക്ക് ഓരോ ഭക്ഷണങ്ങളാണ്. കളരിക്ക് പ്രധാനമായിട്ട് എണ്ണകളുണ്ട്. കളി തുടങ്ങുന്നതിന് മുമ്പ് എണ്ണ തേച്ചിട്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട്. എൻ്റെ സങ്കടം അതൊക്കെയാണ്. കുട്ടികൾക്ക് നല്ല രീതിയിൽ ചെയ്യിപ്പിക്കാനുള്ള എണ്ണകൾ ഇടാനുള്ള സൗകര്യം. ഞാൻ പഠിക്കുന്ന സമയത്ത് ലങ്കൂട്ടിയിട്ടാണ് ചെയ്യണേ. അന്ന് പിന്നെ ആണ് പെണ്ണ് വ്യത്യാസമൊന്നും ഇല്ല. ഇന്നുണ്ട് കേട്ടോ. ഇന്ന് ഡ്രസ് കോഡ് വേണം. അന്ന് ഡ്രസ് കോഡ് ഇല്ല. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇപ്പോൾ വാദപ്രവർത്തക്കാരനാണെങ്കിൽ അവൻ അതിനെ ശമിപ്പിക്കാനുള്ള ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2 മാസമായിട്ട് എൻ്റെ വാദം കൂടിയിരിക്കുന്ന സമയമാണ്, സംസാരത്തിന് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. പണ്ട് കേട്ടല്ലേ പാൽക്കഞ്ഞി കുടിക്കുന്നത്? അത് കളരി അഭ്യസിക്കുന്നവർ പാൽക്കഞ്ഞി കുടിച്ചുകൊണ്ട് ആൾക്കാരായിരുന്നു പണ്ട്. ശരീരം തണുപ്പിക്കാൻ. പാല് മറ്റേ പാലല്ല, തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാല് നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, പാൽക്കഞ്ഞി എന്നൊക്കെ കേട്ടിട്ട്. നമ്മൾ കുടിക്കലില്ലല്ലോ, നമ്മളിപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും ഇല്ല. ഇപ്പൊ കേട്ടപ്പോഴാണ് പാൽക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് ഓർത്തത് തന്നെ. അതിനങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ ഈ എന്താ പറയാ, മാംസാഹാരം ഭക്ഷിക്കുക അങ്ങനെയുള്ളതൊക്കെ സ്പിരിച്വാലിറ്റി ആയിട്ട് കുറച്ച് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ ദോഷാണോ കഴിക്കുന്നത്? ചില സ്ഥലങ്ങളിൽ നമുക്ക് മാംസാഹാരം കഴിപ്പിക്കണം. ചില കുട്ടികളുണ്ട് ജന്മനാൽ ബ്രാഹ്മണനായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്. ഒരു ജന്മത്തിൽ നമ്മൾ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടാണ് മരണമടയുക. അതായത് മനുഷ്യനെ കൊല്ലുക, നമുക്ക് തെറ്റായിട്ട് പറയുന്ന കളവ് ചെയ്യുക, അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത ശേഷമാണ് ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് തീരുക. അതുകൊണ്ടാണ് ശങ്കരാചാര്യ വരെ സർവജ്ഞപീഠം സമയത്ത് ഒരു അറിവ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതിൻ്റെ കാര്യം ഉണ്ടായത്. അപ്പോൾ ഒരു മനുഷ്യജന്മം പൂർണ്ണമായ അല്ലെങ്കിൽ മോക്ഷത്തിൽ എത്തണമെങ്കിൽ എല്ലാ കേസും ചെയ്യണം. അപ്പോൾ ചില കുട്ടികൾ വരുമ്പോൾ അവന് മാംസത്തോടെ എറുപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ കൊണ്ട് നമ്മൾ ചെറിയ സാധനം കൊടുക്കും. ചില കുട്ടികൾക്ക് ചില ഭക്ഷണങ്ങൾ വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കൊടുപ്പിക്കും. നമ്മൾ എന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട്, ഞാൻ കഴിക്കില്ലായിരുന്നു. എനിക്ക് മാംസാഹാരം ഇപ്പോഴും കഴിക്കാൻ മടിയാണ്. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ ആശാൻ ഈ പന്നിയൊക്കെ അല്ലെങ്കിൽ ആടിൻ്റെ ഒക്കെ സാധനം മേടിച്ചിട്ട് സ്പെഷ്യലായിട്ട് തരുമായിരുന്നു. അതിന് കാരണം ആ അറപ്പിലുണ്ടാവാനാണ്. ഈ കോഴിനെ അറക്കുമ്പോൾ
ചോര കൈ വീഴുമ്പോൾ ഒരു സാധനമൊക്കെ ഫീൽ ചെയ്യും. അതുണ്ടാവരുത്. ചോര കാണാനുള്ള ആൾക്കാർ. നമ്മൾ കളരി പഠിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഒരു ഗുരുവിന് കൊടുക്കുന്ന വാക്കുണ്ട്, എൻ്റെ ശരീരം നഷ്ടപ്പെട്ടാലും ധർമ്മത്തിന് വേണ്ടി ഞാൻ പ്രതികരിക്കും. അപ്പോൾ സത്യത്തിന് വിലയുണ്ടെങ്കിൽ നമ്മുടെ ശരീരം, എൻ്റെ ശരീരമല്ല നോക്കുക, അവിടെ നോക്കുന്ന അതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, ഒരാളെ കൊല്ലണ്ട അല്ലെങ്കിൽ തടയണ്ട വന്നാൽ അടിക്കുമ്പോൾ കൈ വരയ്ക്കാൻ പാടില്ല. ചോര കണ്ടത്രല്ല, കൈ വരയ്ക്കാൻ പാടില്ല. ഒരാൾ മുന്നിൽ കാണുമ്പോൾ എന്നെ കൈ വലിപ്പമുണ്ടെങ്കിൽ തമ്പുരാനെ ഇത് ചിന്തിക്കാൻ പാടില്ല. ഈ കളരി വൈദ്യത്തിൽ എല്ല് പൊട്ടലിനും അല്ലെങ്കിൽ എല്ലുകൾ സുഖപ്പെടുത്തുന്നതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊക്കെ ആധുനിക ഡോക്ടർമാർ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് സ്കാനിങ് ഒക്കെ ഉണ്ട്, എക്സ്റേ ഉണ്ട്, MRI ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഒരു 2014 ശേഷം ഞാൻ ഒടിവ് ചെയ്തിട്ടില്ല. പൊട്ടിപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരു കൈ ഓടിച്ച് നോക്കുമ്പോൾ പൊട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൊട്ടിനെ കയറ്റി വയ്ക്കണം. ഇന്ന് അലോപ്പതിക്കാർക്ക് അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ സയൻസ് ചെയ്യുന്നവർക്ക് പെയിൻ കില്ലറുണ്ട്. എൻ്റെ അറിവിൽ എനിക്ക് പെയിൻ കില്ലർ ഇല്ല. അപ്പം ഞാൻ ഒരാളുടെ കൈ കയറ്റി വെച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് നല്ല വേദനയായിരിക്കും. ഒടിവ് ഉള്ള കൈയാണെങ്കിലും ഒരു 3 ദിവസത്തേക്ക് വേദന ഉണ്ടാവും. 4-5 ദിവസം കഴിയുമ്പോൾ വേദന മാറുക. അപ്പം 5 ദിവസം വേദന സഹിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് കുറേ കേസുകൾ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം കാണാത്തത് കൊണ്ട് ഒരാൾ വരുമ്പോൾ കൈ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒടിഞ്ഞിട്ടുണ്ടാവോ എന്നാൽ എക്സ്റേ കണ്ടാൽ ആൾക്കും ഓക്കെ. കൊച്ചിൻ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു 2-3 വർഷമായിട്ട് ആയുർവേദ ഡോക്ടേഴ്സ് കളരി പഠിച്ചിട്ട് ചെയ്യുന്നുണ്ട്. കളരി പഠിച്ചിട്ടല്ല, കളരിയിലെ മുറ ചെയ്യുന്നുണ്ട്. കളരി ആയുർവേദം ഒന്ന് തന്നെയാണ് ആയിരുന്നു. ഇതിന് ലൈസൻസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതിനൊരു ലൈസൻസ് ഒക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യമായിട്ട് ആളുകൾ ഇതിനകത്തേക്ക് വരില്ലേ? കുറച്ചുകൂടി നല്ലത് ഇതല്ലേ? ശരിക്കും സ്പോർട്സിന് ഏറ്റവും നല്ല മെഡിസിൻ കളരിയിലുള്ളതാണ്. ഇപ്പോൾ ഒരു മുട്ട് ഇഞ്ചുറി, ലിഗമെന്റ് ഇഞ്ചുറി നോക്കിട്ടെ, നമുക്ക് കളരിയുടെ പൂർണ്ണമായിട്ടും മാറ്റും. എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. കുറേ ആൾക്കാർ വേണ്ടി കാണിച്ചു തരാം, പക്ഷേ എൻ്റെ പേഷ്യൻസ് ഒക്കെ രഹസ്യമായിട്ടിരിക്കട്ടെ. നമ്മുടെ പേഷ്യൻസ് എപ്പോഴും രഹസ്യം തന്നെ ഇരിക്കണം. അപ്പോൾ ഇന്ന് സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ കളരിയോട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വെറുതെ അല്ല, മറ്റേ വാണിജ്യത്തിനല്ല, ഈ സാമ്പത്തിക വേണ്ടി അല്ല, അല്ലാതെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് കുറേ മാറ്റങ്ങൾ നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. കുറേ മാറ്റങ്ങൾ, അതായത് 10,000 രൂപയ്ക്ക് ചെയ്യാവുന്ന കേസുകളൊക്കെ വെറും 50 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഈ ഫിസിയോതെറാപ്പി അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഫിസിയോതെറാപ്പികൾ അപ്പം ഇത് അങ്ങനെ എങ്ങനെയൊക്കെ ക്ലബ് ചെയ്തിട്ടാണ്, അതാണോ ഉദ്ദേശിക്കുന്നത്? ഒരു ജോയിൻ്റ് പോയി, ഈ ജോയിൻ്റ് പോയിട്ടുണ്ടെങ്കിൽ ഈ ജോയിൻ്റ് നമ്മൾ കയറ്റി വയ്ക്കും. മറ്റേ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒടിവിനെ നോക്കിയിട്ട് എക്സ്റേ നോക്കിയിട്ട് എവിടെ പൊട്ട് നോക്കിയിട്ട് ചെയ്യും. നമ്മളങ്ങനെയല്ല, പിടിച്ച് നോക്കുമ്പോൾ ഇവിടെ പൊട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റർ ആയിട്ട് അതിനെ ഏത് കണ്ണി വലിച്ചാലാണ് വലിയാന്ന് അറിയാം. ഇപ്പോൾ ഈ 2 വിരൽ പിടിച്ച് വെച്ചാൽ ഈ കണ്ണി മൊത്തം വലിയും. എന്നിട്ട് ഏതൊക്കെയാണ് പുറത്തേക്ക് പോയതിനെ അതിനെ മാത്രം പിടിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ വെച്ച് കെട്ടും. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കെട്ടുന്നതിന് മാറ്റം വരുത്തും. ഉള്ളിൽ ഉപയോഗിക്കുന്ന എണ്ണ മാറ്റം വരും. 7 ദിവസം വരെ കെട്ടുന്ന എണ്ണ മുറുകാനുള്ളതായിരിക്കും. എണ്ണയുണ്ട്, സോറി, ഓയില്. അപ്പോൾ എണ്ണ അത്ര നേരം ഉപയോഗിക്കുന്ന എണ്ണ ഈ ജോയിന്റ് മുറുകാനുള്ള എണ്ണയാണ്. ജോയിന്റ് മുറുകണം. അതിനുശേഷം എന്ത് ചെയ്യും, ഈ അഴയാനുള്ള എണ്ണ ഇടും. അപ്പം ഒരു ഫിസിയോതെറാപ്പിയുടെ ആവശ്യമില്ല. ഒരു വൈദ്യൻ കെട്ടുന്ന ഒരു ജോയിൻറ്റിന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിയുടെ ആവശ്യമില്ല. കാരണം അത് കെട്ടഴിക്കുമ്പോഴേക്കും അവൻ്റെ കൈ ലൂസായിട്ടുണ്ടാവും. ഇപ്പോൾ കളരി വൈദ്യത്തിൽ ശാസ്ത്രീയ പഠനങ്ങൾ കുറവാണ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇത് ഒരു ബേസ് ഇല്ല എന്നുള്ള രീതിയിൽ അവർ വിചാരിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ വരുന്നത്? സത്യമാണത്, പറയുന്നത് സത്യമാണ്. അതായത് ഒരു കുട്ടിക്ക് എത്ര അസ്ഥി എന്ന് പറയാമോ? എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് 96 അസ്ഥി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഒത്തിരി അസ്ഥികളുണ്ടാവും, എണ്ണം കൂടുതലായിരിക്കും, എനിക്കറിയില്ല അവിടെ കൃത്യമായിട്ട്. അപ്പോൾ ഒരു കുറിക്ക് വേറെ ഒരു വെച്ചാൽ 108 അസ്ഥി എന്ന് പറഞ്ഞു. 108 അസ്ഥി 110 അത് മറന്നേ. ഞാൻ ഇതിനെ ഒന്നും വായിക്കാറില്ല. നമ്മളൊരാൾ ചോദിക്കുമ്പോൾ ഒരു കുട്ടിക്ക് എത്ര അസ്ഥി എന്ന് വെച്ചാൽ 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാ. അപ്പോൾ എന്നോട് ആ ഗുരുനാഥൻ പറഞ്ഞു വെച്ചാൽ 96 അസ്ഥിയുള്ള കുട്ടി തിരിയണ സമയത്ത് അത് മാറി തിരിഞ്ഞ് 100 ജോയിൻ്റായിട്ട് വരും. അത് വിട്ട് നടക്കുമ്പോഴാണ്
ആ അസ്ഥി ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ അത് ശരിയാണ്. അതൊരു അസ്ഥി അല്ലായിരുന്നു ബായിത്തൊന്നും. മനസ്സിലുണ്ട്. മോഡേൺ സയൻസ് പറയുമ്പോൾ 200 എനിക്കറിയില്ല കൃത്യമായിട്ട് 300 അവിടെയാണ്. എനിക്കും അറിയില്ല. എനിക്കറിയില്ല. നമ്മൾ സാധാരണ കൂടുതൽ ചിന്തിക്കാറില്ല. എന്നാൽ എൻ്റെ വിഷയം മോഡേൺ സയൻസായിട്ട് ബന്ധപ്പെട്ടല്ല. എൻ്റെ ഗുരുക്കന്മാർ പറയുന്നത് ചെയ്യുന്നുള്ളല്ലാതെ എൻ്റെ പ്രത്യേകം ചിന്തിക്കാറില്ല. അപ്പോൾ ഈ കേസിൽ മനസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് തെറ്റെന്ന് പറയാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ 96 അസ്ഥി എന്ന് പറയുമ്പോൾ ആ കൊച്ച് തിരിഞ്ഞ് കഴിയുമ്പോൾ നടു ഒന്ന് അനങ്ങും. അവിടെ അസ്ഥിയാവാത്ത സാധനം അസ്ഥിയായി വരും. മുട്ടുത്തി നടക്കുമ്പോൾ മുട്ടിന് ബലമായി വരും. അപ്പോൾ അവിടെ വേറെ അസ്ഥി വരും. അങ്ങനെയാണ് പിൻകാലത്ത് ഇത്രയും അസ്ഥികളൊക്കെ ആയി വരുന്നതിന് കാരണം. അത് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ മോഡേൺ സയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് നോക്കുമ്പോൾ എന്താ തെറ്റല്ലേ? പക്ഷെ അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ തെറ്റാണോ? അല്ല, ശരിയാണ്. ഓരോ വിഷയം വെച്ച് നോക്കുമ്പോൾ കൊച്ചിനെ ഇങ്ങനെ നോക്കണമല്ല അവിടെ നോക്കുമ്പോൾ അല്ലേ? അപ്പോൾ ഓരോ ആംഗിളുള്ള വ്യത്യാസം കൊണ്ടാണ്. സ്പിരിച്വാലിറ്റി ആയിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട് ചേട്ടൻ തോന്നിയതുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കണേ. അതായത് ഇപ്പം നമ്മൾ ഈ കളരി പഠിക്കാൻ വരുന്ന ആൾക്കാർ അവർ നേരത്തെ ഈ പുനർജന്മമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? അതായത് നേരത്തെ കളരിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരാണ് ഇപ്പോഴും ഇത് പഠിക്കാനായിട്ട് വരുന്നത്? അതിലൊരു ചെറിയ തിരുത്തട്ടെ. എല്ലാവരും സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാരാണ്. അതെ, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് വിശ്വസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം ഞാനിത് ചോദിച്ചിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ എന്താ എന്നൊക്കെ ആയിരിക്കും എല്ലാവരും ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കളരി ആദ്യമായിട്ട് തുടങ്ങുന്നവർ ചിലപ്പോൾ ഇന്നായിരിക്കും. ചിലവർ മുന്നേ തുടങ്ങിയവരായിരിക്കും. എൻ്റെ എല്ലാ ലൈഫിലും ഞാൻ ഇതൊക്കെ തന്നെയാണ് പരിപാടി. ചികിത്സയും ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോഴും നിൽക്കണം. ചില ആളുകളുണ്ടാവും എന്നെക്കായും സീനിയറായുള്ള ആൾക്കാരുണ്ടാവും, അറിവുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. പൂർവ്വജന്മത്തിലുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ജന്മത്തിൽ വരുമ്പോൾ നമുക്ക് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അദ്ദേഹം വഴി തേടി പൊക്കോളും. എങ്ങനെ അറിയാൻ പറ്റിയത്? അതായത് ഞാൻ നേരത്തെ ലൈഫിലും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് കുറേയൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞു തരും. രണ്ടാമത് അതിനറിയാനുള്ള കുറേ വഴികളുണ്ട്. അതിന് ഇന്നറിയപ്പെടുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. പക്ഷേ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നമുക്കൊരു തോട്ടല്ലേ. ഇപ്പോൾ ഒരു ഹീലിംഗ് ഉണ്ട്, ആരും കേട്ടില്ല കേട്ടോ. ഒരു മുറിക്കകത്ത് ഇപ്പോൾ ഈ മുറിക്കകത്ത് മൊത്തം ഡാർക്കായിട്ട് ഞാനും കൊച്ചുമായിട്ടുള്ള എന്ത് കണക്ഷനാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ 2 വ്യക്തികൾ കൊണ്ടുവരുത്തണം. നമ്മൾ രണ്ടുപേരല്ല. നമ്മൾ രണ്ടുപേരാണെങ്കിൽ തോട്ടുണ്ടാവുള്ളൂ. വേറെ ഉദാഹരണം 2 പേരെ കൊണ്ട് നിർത്തി. എന്നിട്ട് എൻ്റെ ഏത് ലൈഫിലാണോ കൊച്ചുമായിട്ട് കണക്ട് ചെയ്തതിന് ആ ഉണ്ടായ എനർജീനെ എടുത്ത് ഇവരിലേക്ക് കൊണ്ടുപോയി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇവരിലേക്കും ഇപ്പോൾ ചോദിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. പറയാൻ കാരണം ഇവരിവിടെ കിടന്ന് ഒരു നാടൻ കളിക്കുന്ന പോലെ കളിക്കും. ഇവരുടെ ബോധം കോൺഷ്യസ്നെസ് പോയിട്ട് ഇവരിവിടെ കിടന്ന് അഭിനയിക്കും. ശരിക്കും അതേപോലെ അഭിനയിക്കും. പെണ്ണാണെങ്കിൽ ഒരു ആൺകുട്ടിയാണല്ലോ ഇവർ. പെണ്ണാണെങ്കിൽ ബ്രസ്റ്റ് ഉള്ള പോലെയൊക്കെ അഭിനയിക്കും. കൊച്ചിനെ താളിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ തോന്നും അവരാണെന്ന് തോന്നും. അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ദീക്ഷയുണ്ട്, അത് ചെയ്യാനായിട്ട് ദീക്ഷയുണ്ട്. അതിന് 2 പേര് അവിടെ ഇപ്പോൾ കേരളത്തിലുള്ളൂ. അതുപോലെ ഞാനാണ്. അപ്പോൾ അങ്ങനെ സാധനം ഉണ്ട്. ഇത് പലർക്കും വിശ്വാസം ഉണ്ടാവില്ല കേട്ടോ. അതായത് വിശ്വസിക്കാത്ത, നമ്മൾ ആരെയും പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ പോസിബിൾ ആണ് എന്നുള്ളത് വളരെ കുറച്ച് ആൾക്കാർക്ക് ആരെയും വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ല സ്പിരിച്വാലിറ്റി. എൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഞാൻ കൊണ്ടുവന്നാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതിൽ ഞാൻ വിശ്വാസമാണ് പൂർണ്ണമായിട്ടും. ഞാൻ അതിൽ പോകണം. ഇതുവരെയായിട്ട് എൻ്റെ കാലം രചിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പൊ ചേട്ടൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഹൈറ്റിന്റെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അത് തന്നെ ആയിരിക്കോ? അത് നേരത്തെ ലൈഫായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കുഞ്ഞിലെ ഇങ്ങനത്തെ ഒരു പേടി തട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് നേരത്തെ ലൈഫായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമായിരിക്കും. ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയാൽ അതിനകത്ത് സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ചെയ്യേണ്ട കേസ് ഒരു സന്തോഷമോ ദുഃഖമൊന്നും സംഭവമില്ല. അത് നമ്മുടെ മനസ്സിന്റെ തോന്നലാ. പക്ഷെ ചിരിക്കുന്നത് തോന്നുന്നത് മനസ്സിന്റെ തോന്നലാ. അല്ലേ? അതൊക്കെ മനസ്സിന് തോന്നലാണ്. അതിനൊക്കെ വിട്ടുകളയാ. നമുക്ക് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധന ചെയ്യാം, മനസ്സറിഞ്ഞ് സാധന ചെയ്യാം. ബൈത്തെല്ലാം തന്നെ വന്നോളൂ. എത്ര അങ്ങോട്ട് മനസ്സിലാവുന്ന എനിക്ക് അറിയാൻ പാടില്ല. എല്ലാവരും ചിന്തിക്കും എനിക്കൊരു വയ്യായിക വന്നു, അല്ലെങ്കിൽ ഞാൻ എന്താണ് സ്കാൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വന്നത് എന്ന് നോക്കാൻ ശ്രമിക്കും. അതല്ല വേണ്ടേ. നമ്മൾ വിശ്വാസത്തോടു കൂടി, ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടു കൂടി നമുക്ക് പറഞ്ഞിട്ടുള്ള ക്രിയ ചെയ്യാം. നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ ആ ക്രിയ ചെയ്യുന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഒരു എനർജിയാണ്. ആ എനർജി ഫോം
നമ്മൾ നോക്കിക്കോളും. ഉം. ഭക്ഷണം കഴിച്ചാൽ മതി, അത് ദഹിച്ചോളും. ദഹിച്ചോളൂ. ഇപ്പം അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു രോഗശാന്തി അത് ഏതാ? എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഒരുപാടുണ്ടാവും എന്നാലും. ഇഷ്ടമായി. ഗുരുനാനക് കൂടെയുള്ള സമയത്തെ ആ ഗിർ ഗുജറാത്തിൽ വെച്ചിട്ട്. ആ അപ്പം ഞാൻ അദ്ദേഹം വലിയ ഹീററാണ് കേട്ടോ, വലിയ ഹീററാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാനും സുഹൃത്തും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഡോക്ടറാണ്. നല്ല വാല്യൂ ഉണ്ട്, നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടെ നിൽക്കാനൊക്കെ, സ്റ്റാറ്റസ് ഉണ്ട്. അപ്പം ഒരു പയ്യൻ വന്നിട്ട് പറയുകയാണ്, എൻ്റെ അച്ഛൻ ഗോരക്ഷനാഥിൻ്റെ പരമ്പരയിലുള്ള ആളാണ്. അപ്പം അദ്ദേഹം മാവിൻ്റെ മുകളിൽ കയറി നിന്ന് ജപിക്കാൻ ഇറങ്ങിയപ്പോൾ നിലത്തടിപ്പോയി, നടുവൊടിഞ്ഞ് കിടപ്പാണ്. 10-20 വർഷമായിട്ട് ഇങ്ങനെ കിടപ്പ് തന്നെയാണ്. ഒന്ന് നോക്കാൻ പറ്റുമോ ചോദിച്ചു. ഞങ്ങൾ ചെന്ന് കാണുമ്പോൾ ബെഡ് റിഡനാണ്, കാല് അനങ്ങില്ല, കാലൊക്കെ മരം പോലെ ഇരിക്കുക. ഞങ്ങളിങ്ങനെ തള്ളി ക്ലോസറ്റ് അടിയിൽ വെച്ചേക്കുക, ബെഡിൻ്റെ അടിയിൽ ക്ലോസറ്റാണ്. അപ്പം അങ്ങനെ കിടക്കുന്ന ആൾ ബെഡ് റിഡനായി. അപ്പോൾ തൊട്ട് നോക്കി, നടു തിരിച്ചു നോക്കിയപ്പോൾ നട്ടിലിങ്ങനെ എസ് പോലെയൊക്കെ വളർന്നു കിടക്കുക. അപ്പം എന്നോട് ചോദിച്ചു, ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ആരോഗ്യത്തിലൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല പറയണം. അന്ന് അദ്ദേഹം, നിങ്ങൾക്ക് വഴി ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എനർജിക്ക് അതിന് ചെയ്യാൻ പറ്റും. എന്നിട്ട് അദ്ദേഹം എന്നെ അപ്പുറത്തിരുത്തി, പുള്ളീനെ അപ്പുറത്തിരുത്തി ഹീൽ ചെയ്യാൻ പറഞ്ഞു. ഹീൽ ചെയ്യാൻ അദ്ദേഹം എന്തോ കമൻസ് തന്നു. അപ്പം ബോധം എനിക്ക് ഓർമ്മയില്ലെന്ന്. പക്ഷെ ഞാൻ അവിടെ കിടന്ന് കൈ കൊണ്ട് എന്തോ കാണിക്കുന്നുണ്ട്, അവിടെ മേത്തോടല്ലേ എന്തൊക്കെയോ അദ്ദേഹം കാട്ടിക്കൂട്ടി. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴും ഞങ്ങൾക്ക് വയ്യാണ്ടായി. ഞങ്ങളുടെ വേർത്ത് മാറ്റി. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ആൾ കാല് ഇതിങ്ങനെ വെല്ലനക്കി. ഞാൻ അതുവരെ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ അത് കണ്ടോടുകൂടി അവിടെ ഫുൾ സറണ്ടറായി. ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ കൂടെ അന്ന് 10-12 പേരുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടതാ. അത് എന്ത് എനർജി അപ്പോൾ അവിടെ വർക്കായത്? ഊർജം. ഈ ഊർജമാണ് കൈകാല് അനക്കാനും ഓടാനും ചാടാനും ഒക്കെ സഹായിക്കുന്ന ഊർജ്ജമാണ്. ഓക്കെ. ആ ഊർജ്ജത്തെ ഇപ്പോൾ നമ്മൾ സുഷുപ്ന നാഡി പൊട്ടിയെന്ന് പറയുമ്പോഴും അതിലൂടെ ഊർജ്ജം പോണില്ല. അപ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആൾ വേറെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. ഈ ഊർജം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ഒരു എനർജി എന്ന് പറയുന്നത്, ചിലപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ എനർജി അങ്ങനെയൊക്കെ കണക്ഷൻ വരുമോ? അങ്ങനെയും വരാം. എനർജിക്ക് ഇതില്ലല്ലോ, ഹൈ ഇതൊന്നുമില്ലല്ലോ, ഒരു എനർജി അത്രയേ ഉള്ളൂ, ഒരു ഫോം. അത് മനസ്സിലാക്കി എടുക്കാൻ ഇത്തിരി പാടാണ്. തല്ല് കൊണ്ടുപോയിട്ട് ആ വേദന എങ്ങനെയാ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയാം, പല പേര് പറയാം, പ്രാണൻ ഊർജ്ജം എന്നൊക്കെ പറയാം. പക്ഷെ അത് അനുഭവിച്ച് കാണാൻ കണ്ട ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. എന്നാലും ഇത്ര നേരം കുറച്ചു നേരം ഞാൻ സംസാരിക്കാൻ പറ്റി. എനിക്കുള്ളത് വെച്ച് ഞാൻ സംസാരിക്കാൻ പറ്റി. അപ്പം ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.